ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ലൈല ജോർജ്. ഞാൻ കൃഷ്ണകുമാറിൻ്റെ മകള് ദിയയുടെ ഡെലിവറി സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ആ കുട്ടി ഇന്നലെ ഡെലിവറി കഴിഞ്ഞതിൻ്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് നമ്മൾ കാണാനായിട്ടായി. 4-5 ലക്ഷം ജനങ്ങൾ അത് കണ്ടിട്ടുണ്ട്. ഒത്തിരി അധികം പേര് അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമൻ്റ് വഴി കുറേ അധികം പേര് മറഞ്ഞും ഒളിഞ്ഞും നിന്ന് മോശം കമൻറ്റുകൾ പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടിയുടെ ഡെലിവറി ലൈവായിട്ട് കാണിച്ചത് കൊണ്ടുള്ള പ്രതിഷേധമാണ്. ഇത് സത്യമായ കാര്യമല്ലേ ആ കുട്ടി കാണിച്ചിരിക്കുന്നത്? നമ്മളെല്ലാവരും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ അത് ലൈവായിട്ട് കാണിക്കുമ്പോൾ അതും നല്ല രീതിയിൽ എടുക്കേണ്ട ഒരു കാരണമുണ്ട്. കാരണം ഇനി വരുന്ന ജനറേഷൻ കുട്ടികൾ, പെൺകുട്ടികൾ, അവരുടെ തന്നെ കല്യാണം കഴിക്കാത്ത 3 സഹോദരിമാർ നിൽക്കുവാണ്. അവരുടെ അച്ഛൻ, അമ്മ, ഭർത്താവ്, അവരുടെ ബന്ധുക്കൾ എല്ലാവരും നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. അതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഓരോ സ്ത്രീകളും അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന, ഇപ്പം ഡെലിവറി പ്രസവത്തിൻ്റെ സമയത്ത് ഓരോ സ്ത്രീകളും ഓരോ അമ്മമാരും അനുഭവിച്ചത് ഈ മക്കളൊന്ന് കാണട്ടെ. ആൺമക്കളായാലും പെൺകുട്ടികളായാലും കണ്ടവർ മനസ്സിലാക്കട്ടെ. എൻ്റെ അമ്മ എന്തുമാത്രം വേദന സഹിച്ചിട്ടാണ് എനിക്ക് ജന്മം നൽകിയതെന്ന് ഓരോ കുട്ടികളും മനസ്സിലാക്കട്ടെ. അതൊരു നമ്മളുടെ കോളേജുകളിലും സ്കൂളുകളിലൊന്നും നമുക്ക് ഇതുപോലെ സ്റ്റഡീസ് ഇല്ല, ഇതുപോലെ ക്ലാസ്സുകളുണ്ടോ? നമ്മളുടെ ജനനം സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരമ്മ ഗർഭിണിയാകുന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ്സുകളും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ ഓരോ പാഠങ്ങളാണ്. അതിന് നമ്മളൊന്നും പറയാനില്ല. വളരെ നല്ല കാര്യമാണ് ആ ഒരു കാഴ്ച. പിന്നെ ഒരമ്മ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ എത്രമാത്രം വേദനാജനകമാണ്. ആ ഒരു പ്രസവ സമയം എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക. എന്തോ മനുഷ്യ ശരീരത്തിൽ എത്രയോ 206 അസ്ഥികളുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് മൊത്തം ഒടിയുന്ന വേദനയാണെന്ന് പറയുന്നത്. നമ്മുടെ കാലോ കയ്യോ ഒന്ന് ചെറുതായിട്ടൊരു വിരൽ ഫ്രാക്ചറായാൽ നമുക്ക് എത്രമാത്രം വേദനയുണ്ടാവും. ഒരു വിരൽ മുറിഞ്ഞാൽ എത്രമാത്രം വേദനയുണ്ടാവും. ആ വേദനകളെല്ലാം നമ്മൾ അനുഭവിക്കുന്നതാണ്. ഈ ഒരു വേദനയും അനുഭവിക്കാത്ത ഒരുപാട് സ്ത്രീകളുമുണ്ട്. അവരെ പോലെയുള്ളവരായിരിക്കും മാറി നിന്ന് ഇതുപോലെ മോശം കമൻ്റ് ഇടുന്നത്. അത് എനിക്ക് അത്ര നല്ല അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല പറയുന്നത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഓരോ അമ്മമാരും ഇത്രയും ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തത് ഇത്രയും കഷ്ടപ്പാടിലൂടെയാണ്. പോരാഞ്ഞിട്ട് അവരെ വളർത്തി വലുതാക്കി അവരുടെ വളർച്ചയിലും അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ കല്യാണം വരെയുള്ളത്, അവരുടെ ജോലി എല്ലാത്തിലും കൂടെ നിന്ന് മാതാപിതാക്കൾ എത്ര പേര്, അവരുടെ ഓരോ കുടുംബങ്ങളിലും എത്രയോ മാതാപിതാക്കൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട്, സമാധാനമായി ജീവിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടു വളരുന്ന ഒരു മകനും ഒരു മകളും ഒരിക്കലും ഒരമ്മയെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഉപദ്രവിക്കില്ല. ഇപ്പം അമ്മേനെ വാക്കത്തിയെടുത്ത് വെട്ടി കൊന്ന് ഒരു കേസ്, ബാക്കിയുള്ളവരെയും അനിയനും ഒക്കെ അതുപോലെ എത്ര ഓരോ അമ്മമാരും മക്കളെ ബക്കറ്റിൽ കൊന്നിട്ട് പ്രസവിച്ചിട്ട് കൊന്നിട്ട് കൊണ്ടുപോയി കാണയിലും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ നമ്മൾ കണ്ട ആ ഒരു കാഴ്ച എത്ര നമ്മുടെ കണ്ണിന് എത്ര കുളിർമയേകുന്നതാണ്, എത്ര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഓരോ അമ്മയ്ക്കും ഓരോ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത്. അത്രയും വേദനയിലൂടെ ആ കുട്ടി അമ്മയുടെ വയറ്റിൽ ഉത്ഭവിക്കുന്ന ആ നാളെ തുടങ്ങി ആ അമ്മ അനുഭവിക്കുന്ന 9 മാസം 10 മാസം നമ്മൾ അനുഭവിക്കുന്ന ആ വേദനകളിലും വിഷമങ്ങളിലും എത്രമാത്രം വേദനകളിലാണ് കൂടിയാണ് ഒരമ്മ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത്. ആ ജനിക്കുന്ന സമയത്തുണ്ടാകുന്ന പെയിൻ കണ്ടില്ലേ? ഇതാണ് ഒരമ്മയുടെ വേദന. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരമ്മ മാനസികമായിട്ടും ശാരീരികമായിട്ടും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മക്കളെയും വളർത്തി വലുതാക്കി അവരെ ഒരു നിലയിലെത്തിക്കുന്നത്. എന്നിട്ടും എത്രയോ കുടുംബങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ ഓരോ അമ്മമാരും
വേദനിച്ചും സഹിച്ചും കഷ്ടപ്പെട്ടും ജീവിക്കുന്നുണ്ട്. സാധാരണക്കാരുടെ ഇടയിലാണെങ്കിലും ഹൈ ലെവലിലെ അമ്മമാരാണെങ്കിലും പുറത്തേക്കുള്ള മക്കൾ ആണെങ്കിലും എത്ര പേര് അമ്മമാരെ ചേർത്ത് പിടിക്കുന്നുണ്ട്, എത്ര പേര് അമ്മമാരെ കരുതുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഓക്കെ, ബൈ.